welcome Shan on stage. Shan, congratulations, Shan. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ബെസ്റ്റ് ആക്ടർ എന്ന പ്രോഗ്രാമിന് എനിക്കൊരു 3 ദിവസം എനിക്ക് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുള്ളൂ. 3 ഓഡിയേഷൻ മാത്രം. പക്ഷെ ഒരു 2.5 വർഷം അല്ലെങ്കിൽ 3 വർഷം സിനിമയ്ക്ക് വേണ്ടി ഓടിയിട്ട് കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് ഈ ഒരു 3 ദിവസം കൊണ്ട് എനിക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. അതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. I hope you get lucky, this lucky even ahead. Let's know from the judges what they think about the package, the segments. Venu sir? ഷാന്റെ ഡയലോഗ് പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. അഭിനയം നന്നായിരുന്നു. താങ്ക് യു സർ. പിന്നെ ഇത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തതാരാണ്? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ ഡയറക്ടറാണോ ചെയ്തത്? ഞങ്ങൾ രണ്ടുപേരും കൂടി എന്ന് പറയാം. കാരണം അദ്ദേഹം എന്നെ ഒരു സംഭവം അടിച്ചേൽപ്പിക്കാതെ നമുക്ക് ഇന്നതാണ് വേണ്ടത്, നിനക്ക് നിന്റെ ഒരു താല്പര്യം കൊണ്ട് ചെയ്യാം, ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാം, നിന്നിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഷാൻ ഇതിലെ ഒരു തൃശ്ശൂർ ആക്സന്റിലാണ് സംസാരിച്ചത്. അതെ. ഇതിങ്ങനെ അല്ലാതെ സംസാരിക്കേണ്ട വരുന്ന അവസ്ഥ വരികയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കുമോ? ഇല്ല, അതിന് സമയം നമുക്ക് തരാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഈ തൃശ്ശൂർ ആക്സന്റ് ഇല്ലാതെ സംസാരിക്കാൻ സാധിക്കുമോ? ഇതേ ലാഘവത്തോടുകൂടി സംസാരിക്കാൻ സാധിക്കുമോ? പറ്റും. ഓക്കെ, നന്നായിരിക്കും. ചേച്ചി, ഷാൻ 2-3 കൊല്ലമായിട്ട് നിങ്ങൾ അഭിനയിക്കണം എന്ന ഒരു ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ആക്ടർ ആയിട്ട് വരണം എന്നൊരു ആഗ്രഹമുള്ളപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പോ ഒരു സർക്കാർ കോളനി എന്ന് പറയുന്ന ഇപ്പൊ റിലീസാകാൻ പോകുന്ന സിനിമയിൽ ഒരു ചെറിയൊരു ഒരു ന്യൂസ് പേപ്പർ പോയി 2-3 സീൻ ചെയ്തു. പിന്നെ 3-4 സർവീസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു 5 സീൻ ചെയ്തിട്ട് 4 സീൻ കട്ടായി പോയി, ഒരു ചെറിയ സീന് ഇട്ടുള്ളൂ. പിന്നെ ഒരു സുരേഷ് ഗോപി സാറിന്റെ ഒരു പടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ മാണിക്കക്കല്ലെന്ന് പറഞ്ഞ പടം. ശരി, അപ്പൊ സ്കൂളിലോ കോളേജിലോ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ? സ്കൂളിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് SSLC ബുക്ക് കിട്ടിയ അന്ന് തന്നെ ഞാൻ ബോംബെക്ക് പോകണ്ടായത്, കാരണം കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നിയത് ഇറ്റ് വാസ് നോട്ട് ഫെൽറ്റ്. നമ്മള് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ക്യാരക്ടർ ആണെങ്കിൽ എങ്ങനെയുണ്ടാവും? അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഷാൻ, അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് അവിടെ എവിടെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ട്രൂത്ത്ഫുൾ ആയിട്ട് ഒരു മൊമെന്റ് വരുമ്പോഴേക്കും അത് വേറെ എവിടെയോ പോകുന്നുണ്ട്. സോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അത് ചെയ്യാൻ പാടില്ല ഒരു ആക്ടറായിട്ട്. പിന്നെ ആക്ടർ എന്ന് നമ്മൾ വരണം എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ വെറുതെ അവരാവുന്നില്ലല്ലോ, അവര് പഠിച്ചിട്ട് വരുന്നുണ്ട് അല്ലേ? സോ ആക്ടർ ആവുമ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ ഒരുപാട് വർക്ക്ഷോപ്സും അതെല്ലാം ഉണ്ട്. സോ എപ്പോഴെങ്കിലും ഷാൻ അതിനെ കുറിച്ചും ആലോചിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ല, ഞാൻ ആലോചിച്ചിരുന്നു, പക്ഷെ ഞാൻ യാദൃശ്യമായിട്ട് ഇപ്പൊ ഇവിടെ വന്നുപെട്ടു. ഇത് തന്നെയാണ് ഇപ്പൊ മാഡം പറഞ്ഞ എല്ലാം ഒത്തണ ഒരു സംഭവം ഈ ഒരു വേദിയായിട്ട് ഞാൻ കാണണം. ഗുഡ്, ഈ വേദി ആവട്ടെ ഒരു തുടക്കം. അതെ മാഡം. hope you learn a lot from your Shan. ഇനി രഞ്ജിതരൻ. ഷാൻ, എനിക്ക് തോന്നുന്നു പ്രധാന പ്രശ്നം ഷാന്റെ ഈ ആക്ടിങ്ങിന്റെ ആ ഒരു പീസ് കാണുന്നതിന് മുമ്പ് ഷാന്റെ ഒരു പ്രൊഫൈലൂടെ കാണിച്ചു. അപ്പോൾ അത് തന്നെയാണ് പെർഫോമൻസിന്റെ പീസിലും വന്നത്. ഷാൻ തന്നെയാണ്. ആ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും വലിയ പാളിച്ചയായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ഇതല്ലെങ്കിലും ഷാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ഈ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ഷോയിൽ കണ്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഷാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. ഷാൻ അതിൽ നിന്നും ഭിന്നമായിട്ടല്ല ഇപ്പോഴും ഇവിടെ പെരുമാറുന്നത്. അതുകൊണ്ട് എനിക്ക് ഷാന്റെ ഉള്ള ആക്ടറിനെ അതിനകത്ത് കാണാൻ കഴിഞ്ഞില്ല. അതിൽ ഏതാണ്ടൊരു 90% ഷാൻ തന്നെയായി നിൽക്കുന്നു. ഷാനിന്റെ അതേ അവസ്ഥ. എനിക്കൊരാളെ നിങ്ങൾ പുതുതായി ഷാൻ അല്ലാത്ത ഒരാളെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അവിടെയല്ല ആക്ടിങ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഒന്നും സംസാരിക്കുന്നതിന് അഭിനയം എന്ന് പറയില്ല അല്ലേ? ഞാനൊരു കാര്യം പറയുന്നു, ഷാൻ അത് കേൾക്കുന്നു, അതിന് റിയാക്ട് ചെയ്യുന്നു, അതല്ലല്ലോ അഭിനയം. ഒരിടത്ത് ഏറ്റവും അവസാനം വാതിൽ തുറന്നു വന്നിട്ട് അപ്പോഴാണ് ഷാനിന് മറ്റൊരാളായി പെർഫോം ചെയ്യാൻ കഴിയാം എന്ന് തോന്നിയ ഒരു മൊമെന്റ്. അതാണ് അതിന് തുടക്കം വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷെ അത് പിന്നീട് ഈ പറയുന്ന ഈ ഒരു മോശം വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അതുവഴി ചിരി ഉണ്ടാക്കാം എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ആ വാക്ക് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടും, പക്ഷെ പിന്നീട് അതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്, സ്പോണ്ടനിറ്റി എന്ന് പറയുന്നത് ഷാന് നഷ്ടപ്പെട്ടു പോയി.
കാരണം അതിനകത്ത് കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയി ഷാനിന് അതുവരെ കാണാത്ത ഷാന്റെ ഒരു മുഖം കാണിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരുപാട് ധൃതി വന്നു. സംവിധായകനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാമായിരുന്നു. അതിങ്ങനെ മാറി മാറി അതുവരെ നിന്ന ഒരാൾ തിരിച്ചു വന്നിട്ട് വേറെ രീതിയിൽ റിയാക്ട് ചെയ്യുന്നു പറയുന്നത് കുറെ കൂടെ ഭംഗിയാവുമായിരുന്നു. അപ്പൊ ഈ ജീവിത ക്ലേശങ്ങളുടെ യാത്രകളും കഥകളും ഒന്നും അഭിനയത്തിന്റെ ലോകത്ത് ഒരു വീസയല്ല. ഇതിലും എത്രയോ എത്രയോ ജീവിത പ്രാരബ്ധങ്ങളുടെയും കണ്ണീരിൽ കടലും നടന്നു വന്നിട്ടുള്ളതാണ് ലോകത്തിലെ മഹാന്മാരായ നടന്മാരിൽ ഒരാളായ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത്. മഴയത്ത് നടക്കാൻ എനിക്കിഷ്ടമാണ്, കാരണം ഞാൻ കരയുന്ന ആരും കാണില്ലല്ലോ എന്ന് പറഞ്ഞതൊക്കെ ഒരു മട്ടുപ്പാവിലെ ഇതിലിരുന്ന് ചപ്രമഞ്ചറ കട്ടിലിരുന്നിട്ട് കവിത എഴുതിയതല്ല, ജീവിതാനുഭവം കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ജീവിക്കാൻ വേണ്ടി ബോംബെയിൽ പോകണം, പലയിടത്തും പോകേണ്ടി വരും, വീടുണ്ടാക്കണം, നല്ല കാര്യം. അതൊന്നും ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എന്നാലും ഷാൻ പറയുന്നു, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തട്ടകത്തിൽ എത്തി നിൽക്കുന്നത്. നല്ല തുടക്കമാവട്ടെ, ഇതൊരു നല്ല യാത്രയാവട്ടെ. ശരി സാർ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ രഞ്ജിത്തേട്ടൻ പറഞ്ഞല്ലോ ഒരു ക്ലിയർ ആയിട്ട് അസസ് ചെയ്യാൻ പറ്റിയില്ല ബേസ്ഡ് ഓൺ ദ വീഡിയോ, കാരണം ഷാന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ കണ്ടു എന്ന്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു അവസരം നൽകിയാലോ? ഇത് രഞ്ജിത്തേട്ടന്റെ എന്താണ് സജഷൻ? എനിക്ക് തോന്നുന്നത് ഒരു ഇംപ്രവൈസേഷൻ. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട ഈ അഭിനയത്തിനോട് ഒരുപാട് താല്പര്യങ്ങളുള്ള സിനിമയുടെ ഭാഗമാവണമെന്ന് ആഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ, അയാൾക്ക് സിനിമയിൽ അവസരം കിട്ടി. ആദ്യത്തെ സിനിമയിൽ തന്നെ അയാളുടെ കഥാപാത്രം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. ആ സിനിമ വലിയ സൂപ്പർ ഹിറ്റായി. രണ്ടാമത്തെ സിനിമ കിട്ടി, അതിലും അയാൾ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. രണ്ടാമത്തെ സിനിമ കഴിയുമ്പോഴേക്കും വലിയ ഡിമാൻഡായി കഴിഞ്ഞ അയാൾക്ക്, മനസ്സിലായില്ലേ? മൂന്നാമത്തെ സിനിമയുടെ ലൊക്കേഷനാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ 2 സിനിമകളുടെ ഈ വലിയ വിജയം, ഇതിനകം തന്നെ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ അംഗീകാരം, ജനങ്ങളുടെ ഇടയിലുള്ള എന്താ പറയുക ആരാധക വൃന്ദത്തിനെ തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിക്കഴിഞ്ഞു അയാൾക്ക്. അയാളിപ്പോ അയാളുടെ ഒരു ഭാഷയിൽ പോലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറെ കൂടെ ഒരു മനസ്സ് ശാന്തമായതിന്റെ ആവാം, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക പ്രോസ്പെരിറ്റിയുടെ ഒരു പുതിയ ലോകത്തിൽ എത്തിച്ചേരുന്നതിന്റെ ഒരു സുഖവും വിശ്രാന്തിയും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അയാളെ കാണാൻ ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വരുന്നൊരു സംവിധായകൻ, അയാൾ എങ്ങനെയാവും ഡീൽ ചെയ്യുക? ഒരിക്കലും അതിനകത്ത് പഴയ ഷാനിന്റെ ഒരു നിഴല് പോലും വരാൻ പാടില്ല. ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ ഡയറക്ടർ തന്നെയാണ്, ഓക്കെ, അത് ഞാൻ മാനിക്കുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ലൈറ്റ് തരില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഒഴിച്ചുവിടാൻ വേണ്ടി ഞാൻ അല്ലെങ്കിൽ ഓടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് വിചാരിക്കുള്ളൂ. പക്ഷെ 2 പടം നമ്മുടെ ഹിറ്റായി. ഞാനതൊക്കെ എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞു. യൂസി ഒരു നല്ലൊരു സിനിമയായിരുന്നു. എൻ്റെ ആക്ടിങ്ങിനെ ഒരുപാട് ആൾക്കാർ അനുമോദിച്ചു. ഈ 2 സിനിമ ഹിറ്റായപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരാളെ വെറുപ്പിക്കാനും പറ്റില്ല. പക്ഷെ ഡേറ്റ് നിങ്ങൾക്ക് തരാൻ നിർവാഹമില്ലാത്തൊരു അവസ്ഥയിൽ വരുത്തി തീർത്തിരിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. കാരണം ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ആദ്യ കാലഘട്ടം തന്നെ എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് പടമൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചു നോക്കാതെ ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു. കാരണം ആദ്യം കിട്ടുന്ന എന്തോ അത് ചെയ്തു പോകണം, അത്രയും ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ഇന്നത്തെ ഒരു പദവിയിൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ 2 സിനിമ ചെയ്തപ്പോൾ എനിക്കൊരു 25 സിനിമ ചെയ്താൽ കിട്ടുന്ന ഒരു സപ്പോർട്ട്, ജനങ്ങളുടെ ഒരു ഇതെനിക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. എനിക്ക് ഇപ്പൊ ഒരു 4 സിനിമ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സിനിമ കഴിയുന്ന ശേഷം ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ അയാൾ ആ കഥ പറഞ്ഞു കഴിഞ്ഞു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ താല്പര്യത്തിൽ ആദ്യം പറഞ്ഞ വാക്കുകളിൽ നിന്ന് മാറി കഥയാവാം, അല്ലെങ്കിൽ അയാൾ ഓഫർ ചെയ്ത പ്രതിഫലത്തിന്റെ വലുപ്പമാവാം, ഇതുവരെയുള്ള ബോഡി ലാംഗ്വേജ് മാറുന്നു. ഈ പ്രോജക്റ്റ് എനിക്ക് വേണം എന്നുള്ള തീരുമാനം ഷാൻ എടുത്തതാണ്. അടുത്ത അല്ല, ഇപ്പൊ 3 പേര് നമ്മളോട് വന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവർക്ക് നമുക്ക് തന്നെ സമയമുണ്ട്. കാരണം അത് വളരെ പെട്ടെന്നുണ്ടാകുന്ന പ്രോജക്റ്റില്ല, കാരണം ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ താങ്കൾ പറഞ്ഞ കഥ നമുക്ക് ചെയ്യാം. പക്ഷെ അത് നിങ്ങൾ ധൃതി പിടിക്കരുത്, അല്പം സാവകാശം എനിക്ക് തരണം. ഓക്കെ, ഇപ്പോഴായിരിക്കും അയാൾ ചിലപ്പോൾ പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞത്. അതൊരു വലിയ മോഹിപ്പിക്കുന്ന തുകയാണ്. ഒന്നും കൂടെ ബോഡി ലാംഗ്വേജ് മാറാം, അതങ്ങ് ഉറപ്പിക്കുകയാണ്. സന്തോഷം വരാം. ഇതുവരെ കണ്ട ആളല്ല, ഒരു ഗ്രീഡ് ഉണ്ടല്ലോ,
Okay, okay. അത് പതുക്കെ മുഖത്തേക്ക് വന്നോട്ടെ, അത് ബോയിലെങ്കിൽ വരട്ടെ, ഇരിപ്പിലും എല്ലാത്തിലും വരട്ടെ അത്. ഓക്കെ ഓക്കെ. അത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കില് അത് നമുക്ക് ചെയ്യാവുന്ന കേസുള്ളൂ. കാരണം ഒന്നാമത് എനിക്ക് നിങ്ങളെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ സിനിമ ആദ്യമായിട്ട് ഒരു കണ്ട കാലഘട്ടം ഉണ്ടല്ലോ, അത് മുതൽ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറയാറുണ്ട്, വലുതാകുമ്പോൾ എനിക്ക് നിങ്ങളെപ്പോലൊരു ഡയറക്ടറാണെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ശരിക്കും. പക്ഷെ അത് ഞാൻ ശരിക്കും നടനായ ശരിക്കും തെറ്റി ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിവിടെ എത്തിയാളാണ്. നിങ്ങളെപ്പോലെ ഒരു ഡയറക്ടറാണെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്ന് വിളിക്കുമ്പോൾ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ സർ, ഗുഡ്, വെരി ഗുഡ്.